പുലർച്ചെ ആ സ്വർണ്ണ വെളിച്ചത്തിലേക്ക് കണ്ണു തുറക്കുമ്പോൾ കാണുന്ന കണിക്കൊന്നയും ഗുരുവായൂരപ്പന്റെ ആ ചിരിയും അത് വെറുമൊരു കാഴ്ചയല്ല, വരാനിരിക്കുന്ന ഒരു വർഷത്തെ മുഴുവൻ നമ്മൾ നെഞ്ചോട് ചേർക്കാൻ പോകുന്ന ഐശ്വര്യമാണ്. ആ നിലവിളക്കിന്റെ നാളങ്ങളിൽ ഭഗവാനെ ദർശിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലറിയാതെ ഒരു പ്രാർത്ഥന ഉയരും. പക്ഷേ ഇവിടെയാണ് നമ്മളിൽ പലർക്കും ചെറിയൊരു തെറ്റുപറ്റുന്നത്. വിഷുക്കണി കണ്ടുകഴിഞ്ഞാൽ ഉടൻ എഴുന്നേറ്റു പോവുകയാണോ പതിവ്? എങ്കിൽ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വരും വർഷത്തെ നമ്മുടെ ഊർജ്ജത്തെ സ്വാധീനിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ ഉണർവിനെയും വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെയും ആവാഹിച്ചെടുക്കുന്ന ചില ശീലങ്ങളാണ്. കണി കണ്ടുകഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ആ ഭഗവത് രൂപത്തെ ഒന്ന് തൊഴുതു വണങ്ങി പൂർണ്ണമായി ദർശിച്ച ശേഷം അതേ ശുദ്ധിയോടെ സ്വന്തം ഉള്ളം കൈകളിലേക്ക് നോക്കുക എന്നതാണ്. കരാഗ്രേ വസതേ ലക്ഷ്മി എന്ന മന്ത്രം നമ്മൾ കുട്ടിക്കാലം മുതലേ കേൾക്കുന്നതാണ്. നമ്മുടെ കർമ്മങ്ങളുടെ കേന്ദ്രമായ കൈകളിൽ മഹാലക്ഷ്മിയും സരസ്വതിയും കുടികൊള്ളുന്നു എന്ന തിരിച്ചറിവോടെ വേണം ആ ദിവസം തുടങ്ങാൻ. കണ്ണടച്ച് കൈകൂപ്പി നിൽക്കുമ്പോൾ മനസ്സിൽ തെളിയുന്ന ആ രൂപം ധ്യാനിച്ച് ഉള്ളംകൈകൾ തമ്മിൽ പതുക്കെ ഉരസി മുഖത്തോട് ചേർക്കുമ്പോൾ പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് പകരുകയാണ്. ആ ഒരു നിമിഷം നൽകുന്ന ആത്മവിശ്വാസം വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കമാണ്. അവിടെയും തീരുന്നില്ല. കണി കണ്ടുകഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ തേടേണ്ടത് മുതിർന്നവരുടെ അനുഗ്രഹമാണ്. വിഷുക്കൈനീട്ടം ലഭിക്കുന്നതിലൂടെ മുതിർന്നവരുടെ സ്നേഹവും പ്രാർത്ഥനയും നമ്മുടെ കൈകളിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. കൈനീട്ടം ലഭിക്കുമ്പോൾ അത് ആ വർഷത്തെ മുഴുവൻ സമൃദ്ധിയുടെയും പ്രതീകമായി കാണണം. അത് വാങ്ങി ഭദ്രമായി വെക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് തലമുറകളായി പകർന്നുകിട്ടുന്ന ഒരു സംസ്കാരമാണ്. കൈനീട്ടം കിട്ടിയ ഉടൻ അത് കളയാതെ പൂജാമുറിയിലോ പേഴ്സിലോ സൂക്ഷിച്ചുവെക്കുന്നത് ലക്ഷ്മീദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണെന്ന് പഴമക്കാർ പറയും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പലരും തിരക്കിനിടയിൽ മറന്നുപോകുന്നതുമായ 3ാമത്തെ കാര്യം പ്രകൃതിയോടുള്ള കടപ്പാടാണ്. കണി കണ്ടുകഴിഞ്ഞാൽ വീടിനു ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കോ പ്രകൃതിക്കോ വേണ്ടി എന്തെങ്കിലുമൊന്ന് സമർപ്പിക്കുക. കിളികൾക്കോ മൃഗങ്ങൾക്കോ അല്പം വെള്ളമോ ഭക്ഷണമോ നൽകുന്നത് ആ കണിക്കാഴ്ചയുടെ പൂർണ്ണതയാണ്. നമ്മുടെ ഐശ്വര്യം നമ്മളിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല, അത് ലോകം മുഴുവൻ പടരാനുള്ളതാണെന്ന വലിയ സത്യം ആ നിമിഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വരും വർഷം മുഴുവൻ നമുക്ക് ചുറ്റുമുള്ളവരോടും കരുണയോടെ ഇരിക്കാൻ ഈ ഒരു ചെറിയ പ്രവൃത്തി നമ്മളെ പ്രാപ്തരാക്കും. വിഷു എന്നത് വെറുമൊരു ആഘോഷമല്ല, അതൊരു പുതിയ തുടക്കമാണ്. കണ്ണാടിയിൽ സ്വന്തം മുഖം കാണുമ്പോൾ നാം തിരിച്ചറിയുന്നത് നമ്മളിൽ ഓരോരുത്തരിലും ആ ഭഗവാന്റെ ചൈതന്യമുണ്ടെന്നാണ്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ ആ വർഷം മുഴുവൻ നിങ്ങൾക്ക് തണലായി ആ ചൈതന്യം കൂടെയുണ്ടാകും. മനസ്സ് നിറയെ സ്നേഹവും ചുണ്ടിൽ ഒരു കൃഷ്ണനാമവുമുണ്ടെങ്കിൽ ജീവിതത്തിലെ കറുത്ത വാവുകൾ പോലും പൊൻവിഷുവായി മാറും. വരാനിരിക്കുന്ന നാളുകൾ എല്ലാവർക്കും ഐശ്വര്യപൂർണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചെറിയ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടി പങ്കുവയ്ക്കാൻ മറക്കരുത്. ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.